ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ടു മിന്നൂസ് ചാനൽ. ഇതൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ. എല്ലാവർക്കും സുഖമല്ലേ, റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ് നമുക്ക് ഒരുവിധം സുഖമാണ്. പിന്നെ നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ, ഒന്നും വെളും ഈ നെസ്റ്റോൻ്റെ വീഡിയോ ആയിട്ട് വരുന്നത്. ഒന്നും വെളും നെസ്റ്റോ പോണ പരിപാടി ഒന്നും വിചാരിക്കരുത്. ഇത് കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ എടുത്ത വീഡിയോ ആണ്, എഡിറ്റ് ചെയ്ത് വെച്ച് കേട്ടോ, വോയിസ് ഓവർ കൊടുത്തില്ല അതിനും. പിന്നെ പെരുന്നാളായി, പെരുന്നാൾ പിറ്റേന്നായി, അങ്ങനെ ആ പെരുന്നാൾ വിശേഷങ്ങളായി, പിറ്റേന്ന് പോയ വിശേഷങ്ങളായി, അതിൻ്റെ പിറ്റേന്ന് രണ്ടാം പെരുന്നാളിൻ്റെ വിശേഷങ്ങളായി, അങ്ങനെയൊക്കെ എല്ലാം കൂടി വീഡിയോ ഫുള്ളായിപ്പോയി. അപ്പോൾ ഈ വീഡിയോ അവിടെ ബാക്കി കൊണ്ട് ഞാനിപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചാട്ടോ. ഈ വിശേഷങ്ങളൊക്കെ നമുക്ക് എപ്പോഴും അപ്ലോഡ് ചെയ്യാമല്ലോ. പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ ചൂടോടെ കന്നപ്പം തന്നെ ഇടണ്ടേ. ഇന്നലെയും മെഞ്ഞാന്നൊക്കെ ഞാനിട്ട വീഡിയോ ചൂടോടൊക്കെ തന്നെ കേട്ടോ. വെള്ളിയാഴ്ച അന്നത്തെ വീഡിയോ ഒക്കെ അന്ന് എടുത്ത വീഡിയോ ആണ്, അന്ന് തന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങൾ നെസ്റ്റോന്ന് വേഗം പോകുന്നേക്ക്. പിന്നെ ബർഗർ കഴിക്കാനൊരു പുതിയല്ലോ, അടുത്തിയപ്പോൾ ഒരു ബർഗറിന് ഓർഡർ ചെയ്ത് അതും വാങ്ങി. അങ്ങനെ ഞങ്ങൾ പുരയിലേക്ക് തന്നെ പോകുന്നു കേട്ടോ. മുത്തും മോനൊക്കെ ആണെങ്കിൽ വേറെ എങ്ങോട്ടോ ഷോപ്പിങ്ങിന് പോയിക്കുന്നത്. നമ്മൾ ഒമാനിയും അറബിച്ചും മക്കളൊക്കെ ഉണ്ട് ഓല കൂടെ. ഓല് വേറെ വൈക്കി പോയിക്ക്, ഞാൻ ഓല കൂടെ പോയില്ല കേട്ടോ. ഞങ്ങൾ ഫലജിലേക്കാണ് പോയത്, ഒരു സോഹാറിലൊക്കെ പോയിക്കുന്നത്. ഫലജ് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനാണ് ഒരു സോഹാറിലൊക്കെ പോയത്. ഇങ്ങനെ ഞാൻ വരുന്ന വൈക്ക് തന്നെ വണ്ടി ആയിട്ട് ആ ബർഗറൊക്കെ കഴിച്ച് പോകുന്ന കേട്ടോ. വിശന്നിട്ടായി ഞാൻ ബർഗറിന് പറഞ്ഞ്, വിശപ്പ് മാറുകയും ചെയ്ത്. പിന്നെ അന്നും പിറ്റേന്ന് നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ പിറ്റേന്ന് വൈകുന്നേരമാണ് വീഡിയോ എടുക്കുന്നത്. കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് പൊടി കുഴക്കണം. ആട്ടപ്പൊടി എടുത്തിങ്ങനെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിങ്ങനെ കുഴച്ചെടുക്കുകയാണ് കേട്ടോ. ഉപ്പ് ഇട്ടിക്കുന്നത്, പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിരിക്കുന്നു, തോനൊന്നും ഒഴിച്ചില്ല കേട്ടോ. പത്തിരിപ്പൊടിയാണെങ്കിലും ചപ്പാത്തി പൊടിയാണെങ്കിലും എത്രത്തോളം നമ്മൾ നന്നാക്കി കുഴക്കുന്നു അത്രത്തോളം നല്ലതായി കിട്ടും കേട്ടോ. ചുട്ട് കഴിഞ്ഞിട്ട് നല്ല സോഫ്റ്റായി കിട്ടും. നല്ല സോഫ്റ്റായി കിട്ടണം, നല്ലോണം കുഴച്ചെടുക്കണം. ഇങ്ങനെ ഞാൻ കുഴച്ചിങ്ങനെ അവിടെ വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. വേഗം ഉരുളാക്കി വെക്കുകയാണ്, പിന്നെ എടുത്ത് പരത്തുകയും ചെയ്തിരിക്കുന്നത്. പിന്നെ വേഗം ചുടുകയും വേണം. നമുക്ക് കാത്തിക്കാനുള്ള ടൈമില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഇനിയും ഷോപ്പിങ്ങിന് പോകണം. അടുത്ത ഷോപ്പിംഗ് രാത്രിയാണ്. ഇവിടെ ഇപ്പോൾ രാത്രിയല്ല നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോവുക. പകൽ പുറത്തിറങ്ങാൻ പറ്റില്ല മക്കളെ, വെയിലും ചൂടാണ്. AC ഇട്ട് കാറിൽ പോകാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്നാലും ചൂട് തന്നെയാണ്. അമ്മാതിരി വെയിലല്ലേ ഇറക്കുന്നത്, പിന്നെ എങ്ങനെ നമ്മൾ പുറത്തിറങ്ങുക. അങ്ങനെ ചപ്പാത്തി പൊടിയൊക്കെ ഉരുളാക്കി വെച്ചേക്കുന്നത്. അങ്ങനെ പരത്തലും തുടങ്ങി കിട്ടും. അതുകൊണ്ട് പൊടിയിട്ടാണ് കേട്ടോ പരത്തുന്നത്, അല്ലാണ്ട് ഒട്ടി പോകുമല്ലോ. ഇത് പരത്തിങ്ങാനും മൂടിയിൽ പൊടിയിട്ട് ഇങ്ങനെ അട്ടിക്ക് വെക്കുകയാണ്, എന്നിട്ട് കൊണ്ടുപോയി ചുടുകയും വേണം. ഈ ചപ്പാത്തിപ്പൊടിയും പത്തിരിപ്പൊടിയൊക്കെ നമ്മൾ ഉരുളാക്കി വെച്ചേക്കാണെങ്കിലും പരത്താൻ നേരത്ത് ഒന്നുകൂടി എടുത്ത് ഇങ്ങനെ കുഴച്ചിങ്ങാനും ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. അതിൻ്റെ എന്തോ ഒരു ശീലങ്ങളാണ്. എടുത്ത് ഞാൻ ഒന്നുകൂടി കൈകൊണ്ടുണ്ടൊന്ന് ഞെണ്ടി കുഴച്ചിങ്ങാൻ പിന്നെ ഒന്ന് വട്ടത്തിലാക്കി വെച്ചിട്ടോ പരത്തുക. അല്ലാണ്ട് അപ്പം അവിടെ എടുത്ത് ഇങ്ങനെ പ്രസ്സുമ്മൽ വെച്ച് അമർത്തിവിടുക, അല്ലെങ്കിൽ പലകമ്മ വെച്ച് പരത്തിവിടുക ചെയ്തൊക്കെ ഒരു പൾസാവില്ല. ഇങ്ങനെ ഒരു ശീലമായി പോയിക്കുന്നു. പത്തിരിപ്പൊടി ഞാൻ കുറച്ച് വെള്ളവും തൊട്ടും, കൈമൽ ഇത്തിരി വെള്ളവും തൊട്ടും ഞാൻ ഒരു ഉരുള എടുത്തിട്ട് പിന്നെ ഞാനിങ്ങനെ കുഴച്ചിങ്ങനെ ഇതാക്കി വെക്കുക ചെയ്യുക. അല്ലാണ്ട് പരത്തും വെക്കി തോന്നും. പിന്നെ വക്കുമ്പോൾ കൂടി ഞെറി വരില്ല, കൊയ പോരായിട്ടാന്ന് തോന്നിയിട്ടാട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യൽ അത് ആദ്യമുള്ള ശീലങ്ങൾ, അപ്പം വന്ന ശീലമൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ പിന്നെ ഒരാളിങ്ങനെ ഉരുളാക്കി തരികയാണെങ്കിൽ അന്നപ്പം നിൻ്റെ അടുത്ത് പരത്ത് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഇത് ഞാൻ തന്നെ ചെയ്ത് വെക്കുകയാണെങ്കിൽ എല്ലാവരും ചെയ്ത് വെച്ചതാണെങ്കിൽ ഇപ്പം എനിക്കൊന്നുകൂടി ഇങ്ങനെ ചെയ്യണം. അതാണ് എൻ്റെ തൃപ്തി. ഇങ്ങനെ ഞാനിങ്ങനെ കാണട്ടോ ചപ്പാത്തി പരത്തൽ. പിന്നെ കവറിൽ വെച്ച് പരത്തി എടുക്കലുണ്ട്, പൊടി ഇടാണ്ട്. നാട്ടിൽ ഞങ്ങൾ അങ്ങനെയൊക്കെ ചപ്പാത്തി പരത്തൽ കവർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ പരത്തി നൈസായിട്ട് പരത്തി എടുക്കും. എന്നിട്ട് പത്തിരിക്കല്ലിലേക്ക് ഇടും. ആ 1, 2, 4 ഒക്കെ മതിയല്ലോ. ഇതിപ്പോൾ അത് പോരെയല്ലോ, കുറേ വേണ്ടേ. ഇങ്ങനെ പൊടിയിട്ട് പരത്തുകയാണ്. പിന്നെ ആണെങ്കിൽ അട്ടിക്ക് വെക്കുകയും വേണ്ടേ. പൊടിയിടാണ്ട് വെച്ചിട്ടാണെങ്കിൽ അട്ടിക്ക് വെക്കുമ്പോൾ ഒട്ടിപ്പോവും. അതിനെക്കൊണ്ട് ഞാൻ പൊടിയിട്ട് തന്നെയാണ് വെക്കൽ. എത്രയോ പ്രാവശ്യമൊക്കെ അങ്ങനെ അമളി പറ്റിയിട്ട് മാറ്റി പരത്തേണ്ടി നിൽക്കുന്നു. പൊടിയിട്ട് വെച്ചിട്ട് തന്നെ അങ്ങനെ പറ്റിക്കുന്നു കേട്ടോ. കുറേ എണ്ണം അങ്ങനെ നമ്മൾ പൊടിയിട്ടൊക്കെയുള്ള ധൈര്യത്തിന് ഇങ്ങനെ അട്ടിക്ക് വെക്കും. അങ്ങനെ വെച്ചെങ്ങാനും പിന്നെ ഒട്ടിപ്പോയിട്ട് മാറ്റി എത്രയോണ്ണം പരത്തിക്കുന്നു. ഇപ്പോൾ ഞാൻ 10, 15 എണ്ണമൊക്കെ വെക്കും. പിന്നെ മാറ്റിങ്ങാനും പാത്രം എടുക്കുകയായി, എന്നിട്ട് വേറൊന്നിൽ വെക്കുകയായി. അങ്ങനെ പരത്തിയൊക്കെ വെക്കലാണ്. ഇത് പിന്നെ വലിയ മൂടിയാണെങ്കിൽ 10 രൂപ എണ്ണയിൽ വെക്കട്ടോ. അല്ലെങ്കിൽ ചെറിയ പാത്രമാണെങ്കിൽ 10, 15 ഒക്കെ വെക്കും. പിന്നെ ആണെങ്കിൽ വേഗം എടുത്ത് ചുടുകയും വേണം. നമ്മൾ കുറേ സമയം വെച്ചിട്ടാണെങ്കിൽ ഇതൊക്കെ അങ്ങനെ ലൂസായി പോകുന്ന സാധനമാണ്. ആട്ടപ്പൊടിയൊക്കെ പത്തിരിപ്പൊടിൻ്റെ മാതിരി അല്ലല്ലോ, മൈദപ്പൊടിയും ആട്ടപ്പൊടിയും ഒക്കെ. ഇതൊക്കെ നമ്മൾ പത്തിരി പരത്തുമ്പോൾ ചപ്പാത്തി പരത്തുമ്പോൾ ഒക്കെ പരത്തിയൊക്കെ മുറിച്ചെടുക്കലല്ലേ. ഇപ്പം പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ചപ്പാത്തി ആണെങ്കിലും നമ്മളിങ്ങനെ പരത്തി എടുക്കും, പത്തിരിയാണെങ്കിൽ നമ്മൾ പ്രസ് ചെയ്ത് എടുക്കും. പിന്നെ ചിലരുണ്ടോ പ്രസ് ചെയ്തെടുത്തിട്ട് പിന്നെ പരമ്പലിട്ട് പൊടിയൊക്കെ ഇട്ട് പരത്തി ഇങ്ങനെ മുറിച്ചെടുക്കുന്നവരൊക്കെ ഉണ്ടാവും. നമ്മളങ്ങനൊന്നും ചെയ്യില്ല. നമ്മൾ പ്രസ്സാണോ പ്രസ്സുമ്പോൾ അമർത്തി കല്ലിലിട്ട് ചുട്ടും എടുക്കും. നമ്മളെ നെയ്സ് പത്തിരി അതാണ്, നെയ്സായിട്ടാണോ പരത്തി എടുക്കുകയും ചെയ്യുക. ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒരു ഹായ് വിടുകയാണ്ട് നമ്മൾ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ കണ്ടില്ല, നമ്മൾ അന്വേഷിക്കണ്ടേ. കുറച്ച് ആളൊക്കെ കണ്ടിങ്ങനെ ഹായ് വിട്ട് കിട്ടും. അൽഹംദുലില്ലാ സന്തോഷമുണ്ട്. എല്ലാവരും വീഡിയോ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല, അതിനെക്കൊണ്ടായിരിക്കും ഹായ് ഒന്നും വിടാത്ത. അൽഹംദുലില്ലാ സന്തോഷമുണ്ട് മക്കളെ. നിങ്ങളെ വിവരങ്ങളും എനിക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാകില്ല. എൻ്റെ എല്ലാ വിവരങ്ങളും നിങ്ങൾ ദിവസവും അറിയുന്നതല്ലേ. നമ്മളൊരു സബ്സ്ക്രൈബർ കൂടി ഉണ്ട് കേട്ടോ ഇവിടെ അടുത്ത് ഫലജിൽ. ഒരു ഇന്നലെ നമ്മൾ കമൻറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഫലജിലുണ്ട്, അലിവാൻ്റെ ഓപ്പോസിറ്റ് ആണെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ആരെങ്കിലും അടുത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ കേട്ടോ. നമുക്ക് കാണാൻ പറ്റിയാൽ കാണാമല്ലോ. എൻ്റെ ചപ്പാത്തി കോലിൻ്റെ ഒരു ഭാഗത്ത് കഷ്ണം എടുത്ത് പോന്നു കേട്ടോ. അത് കുറച്ച് മുമ്പേ ഒരു വിള്ളലുണ്ടായിരുന്നു, ആ ഭാഗം എടുത്ത് പോകുന്നതാണ്.
പരത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ കൈക്ക് തട്ടിയൊക്കെ ചെറിയൊരു വേദന ഉണ്ടാവുന്നേ ഉള്ളൂ, ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ ചപ്പാത്തി പരത്തൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് കുറച്ച് ഉപ്പേരി വെക്കാനുണ്ട്, പിന്നെ മീൻകറി വെക്കാനുണ്ട്. ചപ്പാത്തിക്ക് കൂട്ടാൻ ഇത്തിരി മീൻകറി വെച്ചിരിക്കുകയാണെങ്കിൽ 2 ചപ്പാത്തി തിന്നണം വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞിട്ടൊക്കെ വേണം പുറത്തേക്ക് ഇറങ്ങാൻ. ചപ്പാത്തി കഴിച്ചിട്ടേ പോവുകയും ചെയ്യും കേട്ടോ. മീൻ മുളകിട്ടും ചപ്പാത്തി തിന്നാനൊരു മോഹം. എടുക്കും തലക്കൊക്കെ അങ്ങനെ എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കാൻ നമുക്ക് ഒരു പൂതി വരില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. ഇതൊക്കെയാണ് മക്കളെ നമ്മൾ അന്നത്തെ വിശേഷങ്ങൾ. ഞാൻ പറഞ്ഞില്ല, ഇത് ഇന്നലെ മിനിയാന്ന് എടുത്ത വീഡിയോ അല്ല, ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ്. സാധാരണ പറയുമ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു വരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും അമർത്തുക. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും, നല്ലതാണെങ്കിലും കമൻറ്റ് ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കട്ടോ. ലാസ്റ്റ് ചപ്പാത്തിയാണ് ഇപ്പോൾ പരത്തുന്നത്. അവിടെ പരത്തി കഴിഞ്ഞേക്കാണ് അടുത്ത നമുക്ക് ചുടൽ പരിപാടിയാണ്. ചുടാൻ അടുപ്പിൻ്റെ അടുത്ത് പോയിക്കുമ്പോഴാണ് മക്കളെ ഒന്ന് വേർത്ത് കുളിച്ചു പോകുക. പരത്തുന്നിടത്ത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, സുഖമായിട്ട് പരത്തിയെടുക്കുക. അവിടെ നിന്ന് ഇങ്ങനെ പണിയെടുക്കാൻ നല്ല സുഖമാണ്. അടുക്കളയിലേക്ക് പോകുമ്പോഴാണ് ഒന്ന് നല്ലോണം ഒന്ന് കുളിച്ചങ്ങ് പോരേണ്ടി വരിക. അടുപ്പിൻ്റെ ചൂടും അല്ലാത്ത ചൂടും എല്ലാം കൂടി ഉണ്ടാവുമല്ലോ, അത്രയ്ക്ക് വെയിലും ചൂടും അല്ലേ. നാട്ടിലുള്ളവർക്ക് ഇപ്പം നല്ല സുഖമാണല്ലോ, നല്ല കാറ്റും മഴ ഇടിയും മിന്നും ഒക്കെ ആയിട്ട് കണ്ട് ആസ്വദിച്ച് കുത്തിരിക്കുകയല്ലോ. അതുവരെ ഓലും ചൂടെടുത്ത് വേർത്ത് കുളിച്ച് കുത്തിരുന്നതിനല്ലേ. ഇനിയും നല്ല കാലാവസ്ഥ ഒക്കെ ഉണ്ടാകട്ടെ, എല്ലാവർക്കും നല്ല സുഖവും സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാകട്ടെ. അതിനെ നമ്മൾ പഠിച്ചവനോട് ദുആ ചെയ്യുക. ചപ്പാത്തി ചൂടാൻ വേണ്ടിയിട്ട് കല്ലൊക്കെ ഒന്ന് തേച്ച് കൊണ്ടുവന്ന് അടുപ്പത്ത് വെച്ചാട്ടെ. നല്ല കട്ടിയുള്ള കല്ലാണ്, നല്ലോണം ചൂടാനുണ്ട്, എന്നെങ്കിലേ ചപ്പാത്തി നന്നായി കിട്ടും. നല്ലോണം ചൂടായിട്ട് തീ ഒന്ന് കുറച്ച് കൊടുക്കും കേട്ടോ. അങ്ങനെ പരത്തി വെച്ചാൽ 3 ചപ്പാത്തി ഇതിൽ കൊള്ളുക. അങ്ങനെ 3 ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവില്ലേ, ഇവിടെ ചപ്പാത്തി പരത്തുന്ന ചുടുന്നൊക്കെ ആയിട്ടാണോ വന്നത്. ഇതൊക്കെ ഞങ്ങളും സ്ഥിരമായിട്ട് ചെയ്യുന്നതാണല്ലോ, ഞങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ ഒന്നും വിചാരിക്കരുത്. ഞാൻ ഇന്നിതാണ് ചെയ്തതെന്നുള്ളത് കാണിച്ചു തരികയാണ് കേട്ടോ. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ചപ്പാത്തി പൊടി വെക്കാനുണ്ടാത്താലും പരത്താനും ചുടാനും അറിഞ്ഞുണ്ടാത്താലും ഒക്കെ ചെയ്ത് കാണുമെങ്കിൽ നന്നാത്താലും ഒക്കെ ഉണ്ടാകുമല്ലോ, ഓൽക്കൊരു ഉപകാരവും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്. നമ്മുടെ ചപ്പാത്തി പരത്തലും ചുടലൊക്കെ കഴിഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ. നല്ല സോഫ്റ്റായ ചപ്പാത്തിയാണ് കേട്ടോ. നേരത്തോടെ നേരം വെച്ചിട്ട് കാണെങ്കിൽ ഇത് ഹാർഡായി പോകുന്നില്ല, നല്ല സോഫ്റ്റ് ഉണ്ടാവും. ചിലർക്ക് ഇങ്ങനത്തെ ചപ്പാത്തി കഴിക്കാനാണ് ഇഷ്ടം, ചിലർക്ക് ഉണങ്ങിയ ചപ്പാത്തി കഴിക്കാനാണ് ഇഷ്ടം. ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളാണല്ലോ. ഇനി അടുത്ത പരിപാടിയിലേക്ക് നീങ്ങാൻ കേട്ടോ. ഉപ്പേരി വെക്കാൻ ഒരുങ്ങാണ്. ചട്ടിയൊക്കെ ഇങ്ങനെ അടുപ്പത്ത് വെച്ചിരിക്കുന്നത്, എണ്ണ ഒഴിച്ചെടുത്തിരിക്കുന്നത്, കടുക് ഇട്ടെടുത്തിരിക്കുന്നത്. ഇതിവിടെ വറ്റൽമുളക് തന്നെ വാങ്ങുന്നൊരു സാധനമാണ് കേട്ടോ, ഒരു ഉണ്ടമുളകാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ ലൈറ്റാലും ഉണ്ടിട്ട് 2 സൈസും ഉണ്ട്. ഇതിപ്പോൾ കൈകൊണ്ട് കട്ട് ചെയ്തിട്ട് എനിക്കൊരു പേടിയാണ്. ഇത് ഞാൻ എണ്ണയിലിട്ടിട്ട് മൂത്തിട്ട് കയ്യിലോണ്ടൊന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. നല്ല എരിവുണ്ടാവുന്നൊരു സംശയമുണ്ട്. പിന്നെ എരിഞ്ഞ് പോഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് ഞാൻ കരുതിക്കാനാദ്യമല്ലോ. അങ്ങനെ നമ്മൾ വെണ്ട ചട്ടി നിറച്ചുകൊണ്ടായിട്ട് ഇട്ടെടുത്തപ്പോൾ ഇത് വാടിയൊക്കെ തരുതാൽ 1/4 ഭാഗമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിൽ കുറച്ച് വലിയുള്ളിയൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ, ഉപ്പേരിക്കും ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് പിന്നെ കുറഞ്ഞ ഉപ്പേരി മതി, അതിനെക്കൊണ്ട് വലിയുള്ളി ഇട്ട് കൊടുത്തില്ല, ആ വെണ്ട തന്നെ മതി വിചാരിച്ച്. അങ്ങനെ ഒരു അടുപ്പത്ത് നിന്ന് വെണ്ടപ്പേരി ഉണ്ടാക്കുന്നുണ്ട്, മറ്റേ അടുപ്പത്ത് നിന്ന് ആ മീൻകറി ഉണ്ടാക്കുകയാണ്. ഇനി എണ്ണ ഒഴിച്ച് ഞാൻ ഉലുവ ഇട്ടെടുത്ത് പൊട്ടിച്ചിരിക്കുന്നത്. അതിന് ശേഷം തക്കാളി ഇട്ട് പച്ചമുളകും ഇട്ട് വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നത്. നല്ലോണം വാടിയിട്ട് വേണം. ഇനി മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും. മല്ലിപ്പൊടി ഒരു പേരിനായിട്ട് ഇട്ട് തോനൊന്നും ഇട്ടില്ല. ഇനി ഇതിലേക്ക് കുറച്ച് പുളിയൊക്കെ ഇടണം കേട്ടോ. പുളി ഇട്ടിങ്ങാൻ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ മീനിട്ട് കൊടുക്കാൻ. മീൻ ഞാൻ ഉച്ചക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല ഇട്ട് ചെയ്ത് 2 എടുത്തേക്കുന്നത്. അല്ലാത്ത കോര പോലത്തെ 2-3 മീനും ഉണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടം ഈ മീനാണ്. ഇതോ കണ്ണനായിലെങ്ങാനാണ് ചപ്പാത്തിക്ക് കൂട്ടാൻ എന്താ നല്ലതെന്ന് വിചാരിച്ചിട്ട് 2 ഞാൻ എടുത്ത് ഇങ്ങനെ മീൻകറിയിലിട്ടതാണ്.
ഇനി ഇതൊന്ന് തളിച്ചിട്ട് വേണം കേട്ടോ മറ്റേ മീൻ ഇടാൻ, അതിന് വേവ് കുറവാണല്ലോ. അത് വേഗം വെന്ത് കലങ്ങിപ്പോവും. പിന്നെ ആണെങ്കിൽ ഒരു ഉപ്പും പുളിയും എത്താത്തതുകൊണ്ടാണ് ആ മീൻ ടേസ്റ്റ് തോന്നിയാല. ഇതിന് വറവിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ ഫസ്റ്റിൽ എണ്ണ ഒഴിച്ച് ഇങ്ങനെയാണല്ലോ വെച്ച്. അങ്ങനെ ഞങ്ങൾ ഉപ്പേരിയും കറിയൊക്കെ അയക്കുന്നത്, ചപ്പാത്തി അയക്കുന്നത്. ഇനി ഇന്നത്തെ വെപ്പിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കിട്ടോ. ഇനിയിപ്പോൾ സർക്കിയിട്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ഇട്ടെടുത്ത് കിട്ടോ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.